ഹലോ ഗൈസ്. പിന്നെ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഗൈസ് ഞാൻ ആട് മേയ്ക്കാൻ വരുന്ന പറമ്പാണ് കേട്ടോ ഇത് എന്തോരം കാട് പോലെ ഉണ്ടായിരുന്നതാണ്. ആടിന് തിങ്ങാൻ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിൽ തൊഴിലുറപ്പേര് പണിയെടുത്തിട്ട് തൊടി വൃത്തിയാക്കിയിട്ടൊക്കെയാണ്. എൻ്റെ ആടിന് മേയാനൊന്നുമില്ല. എൻ്റെ ആടാണെങ്കിൽ ഈ തൊടി വിട്ടിട്ട് എവിടേക്കും വരില്ല കേട്ടോ. ഞാൻ എവിടെ കൊണ്ടുപോകണാലും വരില്ല, ഇവിടെ തന്നെ കിടന്ന് ചുറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് വിട്ടാക്കാറില്ല. ഇതിലെന്തെങ്കിലുമൊക്കെ പുല്ലൊക്കെ മുളച്ച് ഉണ്ടാവട്ടെ, ചെടി വന്നതിന് ശേഷം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവർക്ക് കൂട്ടിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ശരി എന്ന് ആടോട് ഓടി കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്നിറക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ആടിനെയൊക്കെ കാണുന്നുണ്ടല്ലോ. 2-3 ആട് ചെത്ത് പോയിട്ടോ, കുട്ടിയാടുകൾ. പിന്നെ ഒരു 3 ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ കുറച്ച് ആടുകൾ തന്നെ ഉള്ളൂ. ഇടിച്ച് നടന്ന് വരികയാണ് കേട്ടോ. എവിടെയും ഒന്നും തിങ്ങാനില്ല. ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ഒരാട് വയ്യാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ 3 കുട്ടികളും മരിച്ചുപോയി. അപ്പോൾ ആട് വളർത്താനുള്ള ആഗ്രഹം ഇല്ലാണ്ട് പോവുകയാണ്. ഇങ്ങനെ കണ്ണരായാണ് ഇതൊക്കെ കാണുമ്പോൾ ആടിനെ വളർത്തണം എന്നുള്ളതില്ല. കൊടുത്താലോ എന്നുണ്ട്, പക്ഷെ കൊടുത്തിട്ട് ആടില്ലാണ്ട് അതും ഒരു സുഖമല്ല കേട്ടോ. ഇവരൊരു ടൈം പാസ്റ്റാണ്. നമ്മളെ വിഷമങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മറക്കാൻ ഈ ആടിനെ കൊണ്ട് നമുക്ക് പറ്റും. കുറച്ച് നേരം രാവിലെയും വൈകുന്നേരം വരെ പിന്നാലെ അടങ്ങുമ്പോൾ നമ്മളെ സങ്കടങ്ങളൊക്കെ കുറച്ച് നേരത്തിനെങ്കിലും മറക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ തൊടിക്ക് വന്നാണ് രണ്ടവർ നിൽക്കണത്. ഇത്രയും പേരൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുറേയൊക്കെ കൊടുത്തു. കുറച്ച് പേര് അവിടെ തൊടിക്ക് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇച്ചു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തൊടി ഒന്ന് കണ്ടു നോക്കി. മൊത്തം കേട്ടോ ഒക്കെ തൊഴിലുറപ്പേര് വന്നൊക്കെ റെഡിയാക്കി കണ്ടോ. എത്ര വലിയ തൊടിയാണെന്നറിയോ? പക്ഷെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഗൈസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ ബൈ.